അടുത്ത സ്ഥലം പിടിക്കുകയാണ്. നമുക്ക് ആ വ്യൂ പോയിൻ്റ് അതും കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വാങ് വിയൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മറ്റൊരു മാർഗ്ഗമാണ് 2 വീലർ അല്ലെങ്കിൽ ടുക് ടുക്ക്, അതും അല്ലെങ്കിൽ ബഗ്ഗി. ഈ ബഗ്ഗി ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, ഇതുപോലത്തെ വണ്ടിയാണ് സംഭവം. ഇതിൽ ഒരുപാട് ആൾക്കാർ, മെയിൻലി ചൈനക്കാരും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാണ് ഇത് ഉപയോഗിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് അറിയണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് റെൻറ്റിനെടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെയാണ്. 2 hours ആണെങ്കിൽ 6 ലക്ഷം കിപ്പാണ് കേട്ടോ. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഈ കാണുന്നത് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മുമ്പിൽ കാണുന്നത്, ഈ അറ്റത്ത് കിടക്കുന്നത് 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ഇത് വാങ് വിയനിലെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള നാംസെ വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ദിവസത്തേക്ക് കാണാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രിയിലേക്ക് നമ്മൾ കയറി പോകാൻ പോകുന്നത്. വെൽക്കം ടു നാംസെ വ്യൂ പോയിൻറ്റ്. രാവിലെ 5 മണിക്ക് തുറന്ന് വൈകുന്നേരം 5:30. 380 മീറ്റർ, 30 മിനിറ്റാണ് എടുക്കുന്ന സമയം. 20,000 കിപ്പാണ് പെർ പേഴ്സൺ. ഓക്കെ, ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ്. 20,000 കിപ്പ്. അതേ സൈഡിലൊരു മോട്ടോർ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. പടിയൊക്കെ ഉണ്ട്. നമുക്കിപ്പം കുറച്ച് സ്ഥലത്ത് പടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സൈഡിലുള്ള മുളയിൽ പിടിച്ച് പോകണം. പതി ദൂരം എത്തിയിട്ടുള്ള നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ആയി കാണും. ഇതുവഴിയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ പിടിച്ച് കയറാനുള്ള സൗകര്യമുണ്ട്. സൈഡിൽ മുളയുടെ ഇതും പാറക്കെട്ടുമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇത് നേരെ അതിൻ്റെ മണ്ടയിൽ കയറി പോകണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. രണ്ട് സൈഡും കാടാണ്. നടന്ന് ഏകദേശം അതിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കണം. വ്യൂ പോയിൻ്റ് നമ്മൾ എത്തിയിരിക്കണം. ആ മുകളിൽ ആ കാണുന്ന ഭാഗത്താണ് വ്യൂ പോയിൻ്റ്. ഇനി കുറച്ച് ദൂരം കൂടെ നമുക്ക് മുകളിൽ കയറേണ്ടതുണ്ട്. കുറച്ച് ടഫാണ്. കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം ടഫാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ പോയിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഭൂട്ടാനിൽ ടൈഗർ നെസ്റ്റിലൊക്കെ പോയി, അതുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണെന്ന് തോന്നുന്നു. പിന്നെ അത് ടൈഗർ നെസ്റ്റ് കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നു ഹൈക്ക് ചെയ്യാനായിട്ട്. ആ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് ഇനി കയറേണ്ടത് 18ാം പടിയാണ്. ഇത് എനിക്ക് ശേഷം വന്ന ആളാണ്. പുള്ളിയും വലിച്ചാണെങ്കിൽ പുള്ളിയും കയറി പോവുകയാണ്. കണ്ടോ, ഈ ചെങ്കുത്തായിട്ടുള്ള ഈ ഒരു കയറ്റം നമുക്ക് ഇങ്ങനെ ഈ സൈഡ് ഇതിലൊക്കെ പിടിച്ച് നമുക്ക് കയറി അങ്ങ് പോകണം. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയായിരുന്നു. ഇവിടെ മുളയും അതുപോലുള്ള മരങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നിൽക്കുന്ന സൈഡിൽ. പിന്നെ ചെറിയ ഈച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് ചൊറിയുന്നുണ്ട്. ഇവിടെ കൈയൊക്കെ ചെറുതായിട്ട് ചുവന്നതേ കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇനി അത് കുത്തിയതാണോ എന്നറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ആ കണ്ട ആ മലകളുടെ ഏതോ ഒന്നിൻ്റെ മുകളിലാണ് നമ്മൾ. ഇനി കുറച്ച് ദൂരം കൂടെ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ ഇരുന്ന്. ഇതുപോലെ കല്ലിലും സൈഡിലുള്ള മരത്തിലുമൊക്കെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ പിന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇതുപോലെ തടി കൊണ്ടുള്ള ആ ഒരു പലക ഇട്ടിട്ടുള്ളൂ ഇരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കല്ലിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ഇതുപോലെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്കിനി മുകളിലോട്ട് കയറാം.
ബേർഡ്സ് ഐ വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. നല്ല ഒരു സീനറിയാണ് കേട്ടോ ഇവിടെ കാണാൻ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഭംഗിയാണ്. ഈ എല്ലാ മലകളും നമുക്ക് ഇവിടെ നിന്ന് ഒരു ബേർഡ്സ് ഐ വ്യൂവിലുമാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. സൺസെറ്റൊക്കെ കാണാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എത്തിപ്പെടാൻ മാത്രമേ ഉള്ളൂ കുറച്ചൊരു ബുദ്ധിമുട്ട്. നടന്ന് തന്നെ കയറാൻ വേറെ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ ഇപ്പോൾ ചൂടാണ്, അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ട്, നമ്മൾ വിയർക്കുവാണ് കേട്ടോ. വാങ് വിയങ് നഗരത്തിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഈ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അമ്മാതിരി ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. അധികം തിരക്കും ബഹളവും അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറോ ഒരു സെക്യൂരിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമായിട്ട് കൂടി ഇവിടെ എന്ത് വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ലാവോസ് ഒരു ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ വരേണ്ടത്. നമ്മൾ ചെറുതിലേ മുതൽ ആ ഒരു സിവിക് സെൻസ് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടും ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ നമുക്കും സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ മുകളിൽ ആരോ കൊണ്ടുവച്ച പോലെ ഒരു മോട്ടോർ സൈക്കിൾ, ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലൊന്നുമല്ല, ഏകദേശം ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ പോലുള്ള ഒരു മോട്ടോർ സൈക്കിളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ലാവോസിൻ്റെ ഒരു കൊടിയും അതിൽ കുത്തി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഈ കൊടിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ബൈക്കിൻ്റെ പുറത്ത് കയറിയിരുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കാറുണ്ട്. വളരെ പൊക്കത്തിൽ ഒരു പാറയുടെ തുഞ്ചത്തിരിക്കുന്ന മട്ടിലാണ് മോട്ടോർ സൈക്കിൾ വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് താഴെ പോകുമെന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഒരു ചങ്ങലയൊക്കെ ഇട്ട് അത് ഭദ്രമായിട്ട് ബലമായിട്ട് തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യാനാണ് ഇവിടെ കംപ്ലീറ്റ് ഇടിയും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇത് ഏകദേശം എനിക്കൊരു 45 മിനിറ്റ് എടുത്ത്, അങ്ങനെ ഹൈക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു 45 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന, ഓൺ വേ ഒരു 45 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ ഇതെല്ലാം ഈ സാധനമെല്ലാം ഇവിടെ കൊണ്ടുവച്ചേക്കാണ്. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഈ സംഭവത്തിൽ കയറിയിരിക്കുന്നത് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. വാങ് വിയങ്ങിനോട് വിട പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇവിടെ വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നിങ്ങളൊരു 3 ദിവസത്തേക്ക് കണക്കാക്കി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ചെയ്യാതെ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോട്ട് എയർ ബലൂൺ എടുത്തില്ല. പിന്നെ പാരാഗ്ലൈഡിങ് പോലത്തെ സംഭവമുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാം, പക്ഷേ നിങ്ങൾക്ക് അത്രത്തോളം സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കുറച്ച് ദൂരെയാണ്. അതല്ലാണ്ട് ട്യൂബിംഗ് ഉണ്ട്. ട്യൂബിംഗ് ത്രൂ ദ കേവ്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ കേവിൻ്റെ അകത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതുവഴി ഈ ട്യൂബിൽ ആൾക്കാർക്ക് ഇരുന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സ്വിമ്മിങ് അറിയാത്തവർക്ക് അങ്ങനെ ഇരുന്ന് പോകുന്ന അങ്ങനെ ഒരു ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്. 3 ദിവസം കറക്റ്റാണ് ഈ സ്ഥലം കാണാനായിട്ട്. നമ്മൾ തായ്ലൻഡും വിയറ്റ്നാമും മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ മടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ലിസ്റ്റിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ലാവോസ്. കാരണം വളരെ ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു തനി ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. കുറേ സാധാരണ മനുഷ്യരും അങ്ങനെ കുറച്ച് സാധാരണമായിട്ടുള്ള കാഴ്ചകളും നമ്മുടെ നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളും അതുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു കൊച്ചു രാജ്യമാണ് ലാവോ. അപ്പോൾ നമ്മൾ വാങ് വിയങ്ങിൽ നിന്ന് ഇന്ന് വൈകുന്നേരം, ഞാൻ ഇന്നിപ്പോൾ 17-ാം തീയതിയാണ്, ഏപ്രിൽ 17. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിയുടെ ട്രെയിനിൽ ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. ലുവാങ് പ്രബാങ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്.